പൊന്നാനി ഹാർബറിൽ ഭീതി പരത്തി നീർനായ്ക്കളുടെ ആക്രമണം. 60ഓളം പേരെ നീർനായ്ക്കൾ കടിച്ച് പരിക്കേൽപ്പിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മത്സ്യബന്ധന വള്ളങ്ങൾ കരക്കണയുന്ന ഭാഗത്താണ് ദിവസങ്ങളായി കാണപ്പെട്ട നീർനായ്ക്കൾ 60ഓളം മത്സ്യത്തൊഴിലാളികളെ കടിച്ച് പരിക്കേൽപ്പിച്ചത്. പൊന്നാനി ഫിഷിംഗ് ഹാർബറിനോട് ചേർന്നുള്ള ചെറുവള്ളങ്ങൾ മത്സ്യബന്ധനത്തിനിറങ്ങുന്ന ഭാഗത്താണ് നീർനായ്ക്കളുടെ വിളയാട്ടം. മത്സ്യങ്ങൾ വള്ളത്തിൽ നിന്ന് കരയിലെത്തിക്കുന്നതിനായി വെള്ളത്തിലിറങ്ങുന്ന തൊഴിലാളികൾക്ക് നേരെയാണ് ഏറെയും നീർനായ്ക്കളുടെ ആക്രമണമുണ്ടായത്. മഴയിൽ പുഴയിൽ നിന്നും ഒഴുകിയെത്തിയ നീർനായ്ക്കളാണ് ഹാർബർ തീരത്ത് താവളമാക്കിയത്. ഈ ഭാഗത്ത് നീർനായ്ക്കൾക്ക് ഭക്ഷിക്കാൻ മത്സ്യങ്ങൾ ഏറെ കിട്ടുന്നതിനാൽ ഇവ ഈ ഭാഗത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയായിരിക്കുകയാണ്. നീർനായ്ക്കളുടെ കടിയേറ്റവർ 16 ഇഞ്ചക്ഷനുകൾ എടുക്കേണ്ട ഗതികേടിലാണ്. 5ലധികം നീർനായ്ക്കളാണ് ഈ ഭാഗത്ത് കാണപ്പെട്ടത്. നീർനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ആരും എത്തിയില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. നീർനായ്ക്കളുള്ള ഭാഗത്തേക്ക് ഇറങ്ങാൻ ഭയപ്പെടുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ ഫിഷിംഗ് ഹാർബറിൽ ജോലി ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തുനിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് 2 വർഷം മുമ്പാണ് മലവെള്ളപ്പാച്ചിലാണ് നീർനായ നമ്മളെ ഈ ഹാർബറിൻ്റെ പരിസരത്ത് കാണപ്പെട്ടത്. അപ്പോൾ അതിന് ശേഷം ഇപ്പം കഴിഞ്ഞ വർഷമെല്ലാം കുറച്ച് ആൾക്കാരെ നീർനായ കടിച്ചിരുന്നു. അപ്പോൾ ഈ സീസണിൽ ഒരുപാട് ആൾക്കാരെ നീർനായ കടിക്കാൻ കാരണം മീനായിട്ട് ഫൈബറി വരുന്ന ആൾക്കാരെ, മീൻ കോരുന്ന കുട്ടികളെ, മീൻ ലേലം വിളിക്കുന്ന ആളുകളെ, അപ്പോൾ പല ആൾക്കാർ ഓരോ ദിവസവും ഓരോരുത്തരെ കടിക്കുന്നൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഞങ്ങളിവിടെ ചുമട്ട് തൊഴിലാളികളാണ്. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ നീർനായകളുടെ ശല്യമുള്ളത്. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മീൻ ചുമടെടുക്കാൻ വള്ളത്തിലിറങ്ങുമ്പോൾ ഇത് വന്ന് കാലിൽ കടിക്കുക ചെയ്യുന്നത്. ഇത് കടിച്ചു കഴിഞ്ഞാൽ 14-15 ഇഞ്ചക്ഷൻ വെക്കണം, 3 ദിവസം റെസ്റ്റ് എടുക്കണം. 50 പേരോളം ഇപ്പോൾ കടിച്ചുള്ളത്. ഇവിടെ നീറായ കടിച്ചു അതിന് എന്തെങ്കിലും ഒരു ഇത് കണ്ടെത്തണം. അല്ല ഇവിടെ സാധാരണക്കാർക്ക് ഇവിടെ വെള്ളത്തിലിറങ്ങിയിട്ട് മീൻ കോരാനോ, എത്ര തൊഴിലാളികൾ ഇവിടെ ഇറങ്ങി മീൻ കോരാനുണ്ട്. ഭയങ്കര ശല്യമായിരിക്കുകയാണ്. ഞങ്ങൾ ഫോറസ്റ്റിൽ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. അവർ വന്ന് നോക്കിയിരുന്നു. പക്ഷെ അവർ ഇവിടുന്ന് പിടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്.